ഇവനെ കണ്ട് നാണം കിട്ടി. പനിയുള്ളതാ, വയ്യാത്തയാ. എന്താ? കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോണ്ട് വന്നതാ. വീടാവുമ്പോ അങ്ങനെ പല ശബ്ദങ്ങളും കേട്ടെന്നിരിക്കും. എല്ലാത്തിനും ഇങ്ങനെ ഓടി കയറി വരണോ? ഞാനിവിടെ ആരും ഉണ്ടാവില്ല എന്ന് കരുതി വന്നതാ. കണ്ടല്ലോ, ഇനി പൊയ്ക്കൂടെ? അത് ഞാൻ ചെറുക്കനെയും കൂടെ കൊണ്ടുപോ, അപ്പൊ സമാധാനമാവില്ല. അത് ശരി. ചേച്ചിയായിരുന്നോ? എന്താ ചേച്ചി? ഒന്നുമില്ല മോളെ, കൊച്ചിന്റെ കരച്ചിൽ കേട്ടപ്പോ വന്നതാ. ആരും കാണില്ല എന്ന് വിചാരിച്ചു. അത് ഭയങ്കര കുരുത്തക്കേടാ ചേച്ചി. അപ്പൊ പുള്ളിന്ന് വഴക്ക് പറഞ്ഞതാ, അതിനെങ്ങനെ കിടന്ന് തൊള്ള തുറക്കണ. പിള്ളേരൊക്കെ അങ്ങനെ തന്നെ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിഞ്ഞല്ല. എന്നാ പിന്നെ പോയാട്ടെ. മനുഷ്യൻ രണ്ടുപേരടുത്തും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ കഴിയുമ്പോഴേ ഞാൻ പറയും പോലെ ജീവിക്കണം, കേട്ടല്ല? ഇല്ലെങ്കിൽ അറിയാലോ, നിന്റെ പഴയം കളഞ്ഞിട്ട് പോയതാലും ഞാനും കളഞ്ഞിട്ട് പോകും. അവസാനം വഴിയാതാരാവും. വേറൊരു കാര്യം കൂടെ, അപ്പുറം ഇപ്പുറം ചെന്ന് ചുമ്മാ കുശലാന്വേഷണം പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യൻ നാണക്കേട് കൊണ്ട് ജീവിക്കാൻ വയ്യ. അവരുടെ വീട്ടിലല്ലേ നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്നത്. അതിനെന്താ? രൂപ എണ്ണി കൊടുത്തിട്ട് തന്നെയല്ലേ നിൽക്കണത്, വെറുതെ ഒന്നുമല്ലല്ല. പാവങ്ങളാണ്. എന്താ തല കയറ്റിയെടുത്ത് വീടി കറയാതെ ഉണ്ടാതിരിക്കണം. പോയി കഴിക്കാടുക്കത്തോ വീടി. എടുത്തു വെക്കാം. ഓ കരയണ്ട കേട്ടോ. നല്ലോണം മുറിഞ്ഞുണ്ടല്ലോ. വിശക്കുന്നു. ഭക്ഷണം തരാം. കരയാണ്ടിരിക്കണേ കേട്ടോ, ഇല്ല പിന്നെ അടിക്കൂട്ടോ. പുറത്തേക്ക് അങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇനി നേരെ ഇരുട്ടിയാലേ തിരിച്ചു വരും തോന്നുള്ളൂ. മഴ പെയ്ത് ആകെ ഇവിടെ കോലം കിട്ടും. തുണി ഉണങ്ങിയോ? തുണി ഇട്ടുണ്ട്. ഇപ്പൊ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് അല്ലേ? മഴ പെട്ടെന്ന് എപ്പോഴാ വരാന്നറിയില്ല. നോക്കിയിരിക്കണം. പിന്നെ ചേച്ചി, അങ്ങേര് അങ്ങനെ പറഞ്ഞതിനൊന്നും തോന്നല്ലേ, ആളൊരു മൊരടനാ. മുരടനാന്നറിയാമെങ്കിൽ നീ എന്തിനാ കൊച്ചെ അവന്റെ കൂടെ കഴിയുന്നത്? കുഞ്ഞിനെയും കൊണ്ട് വല്ലയിടത്തും പോരുതോ? എവിടെ പോവാനാ ചേച്ചി? അതും കൂടെ ഒന്ന് പറഞ്ഞതാ. എന്റെ വീട്ടുകാർ നിന്നെ തഴഞ്ഞു, ശരി തന്നെ. നമുക്ക് ബന്ധുക്കളാരും ഇല്ലേ മോളെ? ബന്ധുക്കൾ ഉണ്ടായിട്ട് എന്താ ചേച്ചി കാര്യം? എന്നെയും കൊച്ചിനെ അവര് നോക്കുവോ? ഞങ്ങള് ഭാരമല്ലേ എല്ലാവർക്കും. മൊരടനാണെങ്കിലും എന്താ, എന്നെ അയാൾ അല്ലല്ലാണ്ട് നോക്കുന്നുണ്ട്. എനിക്ക് അത്ര മതി. പാവം, ഈ കൊച്ചു എന്തുമാത്രം അനുഭവിച്ചു അവൻ വന്നതിന് ശേഷം. അല്ലെങ്കിൽ ഇതിന്റെ തലവേട്ടം കണ്ട ശേഷം എനിക്ക് ആകെ കഷ്ടകോല. എന്റെ അച്ഛൻ ഇട്ടിട്ട് പോയി, എന്റെ ജോലി പോയി, ഗ്രഹപ്പിഴ എനിക്ക് ഇവണ്ടായ ശേഷം. ചിലപ്പോ തോന്നും എനിക്ക് ഇവനും കൊന്ന് ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോന്ന്. എന്റെ പൊന്ന് സിമി, അനാവശ്യം പറയാതെ. നിന്റെ സമയദോഷത്തിന് ഈ കുഞ്ഞെന്ത് കഴിച്ചു? മോനെ എല്ലാം കഴിച്ചോ നീ? ദോശ കഴിച്ചു. എന്തു പറ്റിയതാ മോനെ? വിനോമൻ അടിച്ചതാ. എന്റെ ദൈവമേ, എന്തൊക്കെ ദ്രോഹമാണ് അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. എന്റെ പൊന്ന് സിമി, നോക്ക്, നിനക്ക് അവനെ ഒന്ന് തടസ്സം പിടിക്കാൻ വൈകില്ലേ? ഞാൻ തടസ്സം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വിട്ട് കിട്ടും. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കുഞ്ഞിനെ എങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? പാവം, നീ ഇവനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോക്കേ, നല്ല ചൂടുമുണ്ട്. എന്റെ എവിടെ നിന്ന് ചേച്ചി കാശ്? അകത്ത് നല്ല ഗുളിക ഇരിക്കുന്നുണ്ടാവും, അടുത്ത് കൊടുക്കാം.
അതൊന്നും സാരമില്ല. അതും പറഞ്ഞ് ഈ കൊച്ചിനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂ? നീ അങ്ങോട്ടൊന്ന് വന്നേ, അവനെ ഒരുക്കിക്കൊണ്ട് ഞാൻ പൈസ എടുത്തു തരാം. അയ്യോ അതൊന്നും വേണ്ട. നീ അതറിഞ്ഞിട്ട് വേണം അയാൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ. ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാൻ? എന്നെ 2 അടി അടിക്കുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല. അവൻ വരുമ്പോഴത്തേക്ക് നീ കുഞ്ഞിനെ ഒരുക്കി ഒന്ന് വന്നേ, ഞാൻ പൈസ എടുത്തു വെക്കാം. പെട്ടെന്ന് വാ. അയ്യോ എടാ എത്ര നേരം എടാ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ. എടാ റോഡ് കംപ്ലീറ്റ് പോലീസാടാ. ഞാൻ പിന്നെ മാർക്കറ്റ് റോഡൊക്കെ കറങ്ങിയാണ് സാധനം കൊണ്ടുവന്നത്. എന്നാ പിടി. ഒരെണ്ണം പെട്ടെന്ന് വിളിച്ചേ. ഡേയ് പറഞ്ഞൊഴിക്ക് നിന്റെ കുറ്റിയെ കണ്ടല്ലോ. കുട്ടിയാ? എടാ അവളെൻ്റെ ഭാര്യയാണ്. പിന്നെ കൂടെ അളിന്ന് ഓഫറിനിട്ട് സാധനം ഉണ്ടായിരുന്ന ട്രോഫി. പിടി 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 പിടി. നീ എവിടെ വെച്ചാ കണ്ടേ? ഭയന്നൊരി കണ്ടാടാ. ആ കൊച്ചു മാത്രമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ഞാൻ കണ്ടില്ല. അളിയാ ഈ സൈസ് സാധനത്തിന്റെ കളി എവിടെ നിന്നാളി ഒപ്പിക്കണം? സേട്ടും കത്തില്ല. ഇല്ലേടേ നീ ഒരെണ്ണം കൊണ്ട് ചോദിച്ചേ. നാളെയാ ഡേയ് ഡേ ഞാൻ ചോദിച്ചിന് മറിയല്ലോടാ. ഡേയ് നീ എങ്ങനെയാ ഇതൊക്കെ ഒപ്പിക്കണേ? ഡേയ് ഡേ 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 കുറച്ചുകൂടി കറി വേണോ? വേണ്ട. ചപ്പാത്തി മാത്രം മതിയോ? വേനുണ്ടോ മോനിപ്പോ? ചെറുതായിട്ട്. ഇത് കഴിഞ്ഞ് നമ്മളൊരു ഗുളിക കഴിച്ചു കഴിഞ്ഞ് ഉറക്കൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേനും വേനൊക്കെ മാറും കേട്ടോ. മതി. മതിയോ? അമ്മ എന്നെ എന്നാ സ്കൂളിൽ വിടുന്നേ? പോവാ നമുക്ക്. നീ എന്തായാലും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാൻ പുറത്തായിരുന്നു, തിരിച്ചു വന്നപ്പോഴത്തേനും കട്ടായി. പിന്നെന്താ നീ തിരിച്ചു വിളിക്കാത്ത? ഫോണില് പൈസ ഇല്ലായിരുന്നല്ലോ, റീചാർജ് തരാൻ പറഞ്ഞതല്ലേ ഞാൻ. നീ ഇന്ന് ഇവനെ കൊണ്ട് പുറത്തോട്ട് പോയിരുന്ന? ആ
ആശുപത്രി പോയി. അതിനു വേണ്ടി ഇവൻ എന്തോന്ന് പറ്റിയടി? അവന് പനിയുണ്ട്, എന്തോ പേടിച്ചിട്ടാന്ന് തോന്നുന്നു. പിന്നെ കൈ മുറിഞ്ഞത് ഡ്രസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് നീ തന്നിഷ്ടം പോലെയൊക്കെ അങ്ങ് പോകാൻ തുടങ്ങിയ മോളെ. ഇതൊക്കെ എൻ്റെ അടുത്ത് അങ്ങ് ചോദിക്കട്ടെ. അതിലെ പറഞ്ഞ ഫോണില് കാശില്ലായിരുന്നു. ഇവിടെ വേടാ, എടാ ഇങ്ങോട്ട് വരാൻ. അയ്യോ ഇവിടെ നിന്നെ ചികിത്സിക്കാനും പഠിപ്പിക്കാനും ഒന്നും ഇവിടെ ആരുമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നീ നിന്റെ തന്തയെ തപ്പി പൊക്കണം. പറഞ്ഞു മനസ്സിലായടാ? എനിക്ക് നിന്നെ വേണ്ട, നിന്റെ തള്ളയെ മതി. വയ്യാത്തതാ. മോന് വേഞ്ചോ? ഏട്ടാ സിഗരറ്റ് ഒന്ന് കളഞ്ഞിട്ട് വരുമോ? മോന് വയ്യാത്തതാ, നല്ല പനിയുണ്ട്. ഓഹോ, നീ ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ട് കളാ. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടി ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണത്. നീ ഇവന്റെ തന്തയെ കണ്ടുപിടിച്ച് ഇവനെ ഏൽപ്പിച്ചിട്ട് വാ. നിന്നെ പിറ്റെന്ന് ഞാൻ കെട്ടിക്കോളാം, വീട്ടിലും കൊണ്ടുപോയിക്കോളാം. ഏട്ടാ അങ്ങനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് അയാള് മോനെ നോക്കിയില്ലെങ്കിലോ? വല്ല അനാഥാലയത്തിലും കൊണ്ട് കളയടി. ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിനക്ക് ഞാൻ വേണോ അതോ ഇവൻ വേണോ? നീ ആദ്യം അത് തീരുമാനിക്ക്. ഞാനും കൂടെ കളഞ്ഞിട്ട് പോയാലേ ഒരുത്തനും നിന്നെ തിരിഞ്ഞു നോക്കൂല. ഏട്ടാ എന്റെ മോന് ഞാൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെയും കെട്ടിപ്പിടിച്ചോണ്ട് എവിടെയാന്ന് വെച്ച് പോയിക്കട്ടോ. ഇവനെ ഇവിടെ നിന്നെടുത്ത് മാറ്റ്, നീ കിടക്കണം. ഞാനും വയ്യാത്ത ഏട്ടാ. അത് ഞാൻ എന്തിനാ അറിയണത്? കൊണ്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കളയടി. നല്ല പനിയുണ്ട് മോന്. എടി മര്യാദക്ക് ഇവനെ എടുത്ത് മാറ്റി കിടക്കും. നിന്റെ അടുത്തല്ലേ ഞാൻ ഈ പറയണത്? രാത്രി എന്റെ സ്വഭാവം മാറ്റല്ലേ, എടുത്തോണ്ട് പോ. ചെയ്യാം. മോനെ കണ്ണ പതുക്കെ വാ. പെട്ടെന്ന് മാറാ അങ്ങോട്ട്. ദൈവമേ, ആ പാസ്ബുക്ക് ഇത് എവിടെ പോയി? ഇല്ലാണ്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല.
മോനെ അമ്മേ ക്ഷേമതിഥി വരെ ഒന്ന് പോവാനുണ്ട്, പോയിട്ട് വേഗം വരാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞമ്മ. ആ പെട്ടെന്ന് വരാം, പുറത്തൊന്നും പോവരുതേ. കഴിക്കാൻ വല്ല വാങ്ങിച്ചോണ്ട് വരുമോ? വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. പുറത്ത് പോയിട്ടൊന്നും കളിക്കണ്ട, ഇവിടെ സൂക്ഷിച്ചിരിക്കണേ. അയ്യായിക ഉണ്ടോ? ഉണ്ടെങ്കിൽ പോയി കിടന്നോ കേട്ടോ. പോയിട്ട് വരാം വേഗം. ടാറ്റാ. ഡാ. എന്താ വിശന്നിട്ടോ അമ്മ? ശിവള് എവിടെ പോയി കിടക്കും? ആ സിമി, നീ എവിടെ പോയിരുന്നതാ? ഒന്നും പറയണ്ടേ ചേച്ചി, ഞാനേ ആ ക്ഷേമനിധിയുടെ ഓഫീസ് വരെ ഒന്ന് പോയതാ. സിമി, ആ ബിജു നിന്റെ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. കൊച്ചിനെ കൊണ്ടോ? എങ്ങോട്ട് പോയി? അതെനിക്ക് ഞാൻ ചോദിച്ചു, അവൻ എന്നോട് പറയൂ. ഉടനെ ഞാൻ തന്നെ ഫോണിലെടുത്ത് വിളിച്ചതാ. ഫോണിലാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അയ്യോ, അത് കട്ടായി കിടക്കേച്ചി. പുള്ളി തരാ റീചാർജ് ചെയ്ത് തന്നിട്ടില്ല. എന്റെ ദൈവമേ, കൊച്ചിനെ കണ്ണെടുത്താ കണ്ടുകൂടാത്തവനാണ്. ആ കൊച്ചിനെയും കൊണ്ട് അവൻ എവിടെ പോയതാണോ എന്തോ. നിനക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിടാ പോരായിരുന്നോ? പെട്ടെന്ന് പോയിട്ട് വരാന്ന് വെച്ചിട്ട് മോനെ എവിടെ പോയി ചേച്ചി? നീ ഇത് എന്തോർത്തോണ്ട് നിൽക്കുക കൊച്ചെ? ഒന്ന് പോയി ചെല്ലി നോക്ക് പോയിട്ട്. ചേച്ചി അയാൾ എങ്ങോട്ടാ പോയെന്ന് വല്ല അറിയോ? എനിക്കറിയില്ല, ഈ വഴി പോകുന്നുണ്ട്. നീ ഒന്ന് പോയിച്ച് നോക്ക് കൊച്ചെ. നോക്കിട്ട് വരാ ചേച്ചി. കൊച്ചിനെ എവിടെ പോയി നോക്കും ഞാൻ. എന്താ സെമി? ചേട്ടാ, എന്റെ ഇവിടെ താമസിക്കുന്ന ബിജു ഇല്ലേ, പുള്ളിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നാ? പുള്ളി ഞാൻ ആറ്റിന്റെ കര വെച്ച് കണ്ടായിരുന്നല്ലേ, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ആണോ? അപ്പോഴേ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. ശരി ശരി. ബിജുട്ടാ, 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 മോനെവിടെ? ബിജുട്ടാ, ബിജുട്ടാ മോനെവിടെ? ബിജുട്ടാ, ബിജുട്ടാ മോനെവിടെ? എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പുഴയിലിറങ്ങി. ബിജുട്ടാ തമാശക്കൊന്നും പറയല്ല ബിജുട്ടാ. മോനെവിടെ നിന്നും പറ ബിജുട്ടാ. ബിജുട്ടാ പ്ലീസ് ഒന്ന് മോനെവിടെ നിന്ന് പറ. ഞാൻ പറഞ്ഞില്ലേടി അവൻ ഇങ്ങോട്ട് ഇറങ്ങുന്നു. ബിജുട്ടാ വെറുതെ ഒന്നും പറയല്ലേ ബിജുട്ടാ. വിചാരിച്ചില്ല ബിജുട്ടാ. എന്റെ മോനെ ചെയ്യാൻ പറ്റി. എനിക്കൊന്നും പറ്റില്ലല്ലോ. എന്തെങ്കിലും പറ്റുമോ? ഞാൻ വീട്ടിലോട്ട് പോയപ്പം ഇവൻ വിശന്ന് കരയായിരുന്നു. പിന്നെ കൊണ്ടുപോയി കാപ്പി വാങ്ങിച്ചു കൊടുത്തു.
ഇനിയെങ്കിലും എവിടെയെങ്കിലും പോകുമ്പം അവന് വിശക്കാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് പോ. നീ എന്തോ വിചാരിച്ചു ഞാൻ അവനെ വെള്ളത്തിലോട്ട് എടുത്തേക്കും ഞാൻ അത്ര വലിയ ക്രൂരനൊന്നുമല്ല. പിന്നെ ഞാനിവനെ തല്ലിയിട്ടുണ്ട്, തെറ്റ് തന്നെയാ. അത് കൂട്ടുകാരന്മാർ ഓരോന്ന് പറഞ്ഞ് തിരുക്കി കയറ്റി തന്നോണ്ടാ. പെണ്ണ് കിട്ടിയപ്പം ആടി കിഴിവായിട്ട് കിട്ടിയതാണോ, ഓഫറാണോ എന്നൊക്കെയുള്ള ചോദ്യം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇവനോട് ദേഷ്യം തോന്നി. അതാ ഞാൻ അവ എന്ത് കുഴച്ച് തെറ്റെന്റെ തന്നെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു മോനൊരു പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. നീ എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടേക്കെങ്കിലും പൊക്കോളാം. ആര് നിന്നെ നോക്കാൻ? നിനക്കും ഇവന് ഞാനുണ്ട്. നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾ വാ.